നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതാണ്. നിമിഷ നേരം കൊണ്ട് നാടിനെ കവർന്ന് ഉരുൾ കള്ളാടിപ്പുഴ അത് കുത്തിയൊഴുകി കടന്നുപോയി എന്നതാണ്. വലിയ പാറക്കല്ലുകൾ, ഇരുനില കെട്ടിടത്തിന്റെ അത്രയൊക്കെ വലിപ്പമുള്ള പാറക്കല്ലുകളാണ് കുത്തിയൊഴുകി താഴ്ഭാഗത്തേക്ക് വന്ന് വിധത്തിലുള്ള സർവനാശം വിതച്ചു എന്നതാണ്. ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് ആരും തന്നെ മുക്തരായിട്ടുമില്ല. ദുരന്തബാധിതർ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. 10 ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സ്കൂളുകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ച അഷ്റഫ്, അദ്ദേഹം ഇപ്പോഴുള്ള ഈ ബെയിലി പാലത്തിന് തൊട്ടടുത്ത് കട നടത്തുന്നയാളാണ്. കടയുടെ മുകളിലാണ് അന്ന് കിടന്നുറങ്ങിയത്. ഇത്രയും മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വീട് ഈ പുഴയോരത്താണ്, നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ പരിസരത്തായിട്ട് വരും. അപകടാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് താമസം മാറി കടയുടെ മുകളിൽ 2ാമത്തെ നിലയിലാണ് കിടന്നിരുന്നത്. അദ്ദേഹം ഈ ശബ്ദം കേട്ട് താഴേക്ക് നോക്കുമ്പോൾ കൃത്യമായി കണ്ടിരുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല പാലം തകരുന്നതും വലിയ പാറകളും മരത്തടികളും ഒക്കെ ഒഴുകി വരുന്നത് വളരെ ഞെട്ടലോടുകൂടി അദ്ദേഹം കണ്ടതാണ്. ഇറങ്ങി ഓടാൻ പറ്റി എന്നതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്നത് മാത്രമാണ്. തന്നെയായാലും അത്രയ്ക്ക് നടുക്കുന്ന ഒരു രാത്രി, അതിഭയാനകമായ ഒരു രാത്രിയായിരുന്നു അത് എന്നതാണ്. മഴ തോരാതെ പെയ്യുകയും സർവനാശം വിതയ്ക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളും സർക്കാർ വേഗത്തിലാക്കുന്നുണ്ട്. പക്ഷേ 6 തദ്ദേശ സമീപ മേപ്പാടി പഞ്ചായത്തിന് അടുത്ത കൽപ്പറ്റ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പുനരധിവാസം നോക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ഈ ദുരന്തബാധിതരായ ആളുകളെ മുക്തരാക്കി കൊണ്ടുവരിക, അവർക്ക് പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് കൂടി തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കുറച്ചു വെള്ളം ആദ്യം വരികയാണ്. പിന്നെ നമ്മൾ കണ്ണിമ ചിമ്മും മുമ്പ് അവിടെ പൂർണ്ണമായും നാമാവശേഷമാക്കിക്കൊണ്ട് വെള്ളവും മണ്ണും മണലും എല്ലാം കൂടിച്ചേർന്ന് വന്ന് ആർത്തിരമ്പി എത്തി ആ പ്രദേശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. അതാണ് അവിടെ അന്ന് 30-ാം തീയതി പുലർച്ചെ വയനാട്ടിൽ സംഭവിച്ചത്.